ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുക്കറിലാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളടുത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലാണ് നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോണത്. പിന്നെ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി വേണം. അതിനായിട്ടിപ്പോൾ ഞാൻ ഇത്രയും അളവിൽ വാളൻപുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നല്ല പോലെ പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇത്രയും അളവിൽ പരിപ്പാണ് കേട്ടോ. ഇതൊരു 1/2 കപ്പോളം പരിപ്പുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ്, വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒപ്പം നിൽക്കുന്ന അളവിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മുടെ സാമ്പാർ ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇപ്പം ഞാനിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുക്കർ തുറക്കട്ടെ. ആവി പോകാനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആവി കളയുക. എന്നിട്ട് കുക്കർ തുറക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുക. കറി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ട് വരുന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഒന്ന് വറവിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. നിങ്ങളടുത്തുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ടും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.